ദേവസ്വം നാളെ സ്കൂളിൽ പോവാ അല്ലേ? കേട്ടില്ലേ? ദേവസ്വം നാളെ സ്കൂളിൽ പോവാ. അപ്പം കേട്ടു. ദേവസ്വം നാളെ സ്കൂളിൽ പോവാന്ന് പറഞ്ഞു. അപ്പൊ അതിന്റെ ദേവസ്വം നാളെ LKG ആവുക. അപ്പൊ അതിന്റെ ചെറിയ ഒരുക്കങ്ങളൊക്കെയാണ് ഇവിടെ. നല്ല ദിവസം ദേവസ്വം സ്കൂളിൽ കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് കുറച്ച് സാധനങ്ങളൊക്കെ മേടിച്ചല്ലേ? ദേവസ്വം സാധനങ്ങളൊക്കെ കാണിച്ചു കൊടുക്കുക കൂട്ടുകാർക്ക്. ഡോറയും പിന്നാരെ സൂക്ഷിച്ച് വെച്ചോണം. അത് ഓർമ്മ വേണം. കുത്തിയരച്ചൊന്നും നശി മഴ പെയ്യത്തില്ല. കുട മേടിക്കാൻ അങ്ങനെ മഴ പെയ്യത്തില്ല. പാവാട സൂപ്പറാന്നല്ലേ പാവാട. യാത്ര ഉണ്ടല്ലോ പാവാട. കഴുത്തിൻ്റെ അവിടെ വരെ കളർ ഷാളും ഉണ്ട്. എന്താ വേണം? അമ്മച്ചിയായി. ദൈവന്റെ ഫോട്ടോ തന്നെ വെച്ച് ചെയ്തില്ലേ? കുഞ്ഞു ഫോട്ടോസ് ഉണ്ട്. ഇതുണ്ട് കുഞ്ഞിലത്തെ ഫോട്ടോ. അത് കാണിച്ചു കൈ മാറ്റി. ഇതൊക്കെ പൊടിക്കുള്ള ഡോറയുടെ ഫാനാട്ടോ ദേവസ്വം. നമ്മളിപ്പം സന്തോഷമുണ്ട്. കൊച്ച് നാളെ സ്കൂളിൽ പോകുന്നതിൻ്റെ സന്തോഷമുണ്ട്. പക്ഷെ ഒരുപാട് വിഷമമുണ്ട്. വിഷമമുള്ള കാര്യം എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് എല്ലാം അറിയായിരിക്കും. തിരുവനന്തപുരം നെടുമങ്ങാട് 1.5 വയസ്സുള്ള ഒരു കുഞ്ഞിൻ്റെ മരണം. അത് തിരുവനന്തപുരം 1.5 വയസ്സുള്ള കുഞ്ഞിൻ്റെ 52 മുറിവുകളാണ് കുഞ്ഞിൻ്റെ ശരീരത്തുണ്ടെന്ന് പറഞ്ഞു. പഴയതും പുതിയതുമായിട്ട് സിഗരറ്റ് കുറ്റിയൊക്കെ വെച്ച് കുത്തിയ പാടുകളും അങ്ങനെ എന്തൊക്കെ ഉണ്ടെന്ന് പറഞ്ഞു. ഇത് പക്ഷേ ഒരിക്കലും ഒരു തുടക്കമല്ല. ഇതിന് മുമ്പ് ഇങ്ങനെയുള്ള പ്രശ്നങ്ങൾ അല്ലെങ്കിൽ ഇങ്ങനെയുള്ള മരണങ്ങളൊക്കെ നമ്മുടെ കേരളത്തിൽ നടന്നിട്ടുണ്ട്. ഇതൊരിക്കലും അവസാനമല്ല. ഇനിയും ഇതുപോലുള്ള പ്രശ്നങ്ങൾ നമ്മുടെ നാട്ടിൽ നടന്നുകൊണ്ടിരിക്കുക തന്നെ ചെയ്യും. കാരണം എന്ന് പറഞ്ഞാൽ നമ്മുടെ സിസ്റ്റം അതാണ്. അവർക്കറിയാം എന്തൊക്കെ ചെയ്താലും ഇപ്പം ഒരു കുഞ്ഞിനെ പീഡിപ്പിച്ചാലോ കൊന്നാലോ ഇത്രയൊക്കെ നമ്മുടെ നാട്ടിൽ നടക്കത്തുള്ളൂ. ഇത്രയൊക്കെ ഒരു നിയമത്തിന് അവരെ ചെയ്യാൻ പറ്റുള്ളൂ എന്ന് അവർക്കറിയാം. അതുകൊണ്ട് ഇതിങ്ങനെ നടന്നുകൊണ്ടേയിരിക്കും. നമ്മൾ നമ്മുടെ കുഞ്ഞുങ്ങളെ നോക്കുക. വേറെ ആരുമില്ല. സിസ്റ്റമൊക്കെ ഇതാണ്.